ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നാൻസി ഡ്രൂ ബുക്സും ഹാർഡി ബോയ്സ് ബുക്സുമാണ്. ഇത് 1930s സ്ട്രാറ്റ്മെയർ അതാണ് പബ്ലിഷറിൻ്റെ പേര്. ആ സെയിം പബ്ലിഷറിൻ്റെ 2 സീരീസാണ് നാൻസി ഡ്രൂവും ഹാർഡി ബോയ്സും. ഞാൻ പണ്ട് 8th പഠിക്കുമ്പം ഞാൻ ഭയങ്കര ക്രേസായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ഒരു ബുക്ക് സീരീസാണ് നാൻസി ഡ്രൂ. ഓരോ വീക്ക് ഓരോ ബുക്ക് തീർത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിൽ കോമ്പറ്റീഷൻ വരെ വെക്കുമായിരുന്നു. ആൻഡ് ഇത് മെയിൻലി ഇതിനകത്തെ മെയിൻ ക്യാരക്ടറാണ് നാൻസി ഡ്രൂ. അവളൊരു ഡിറ്റക്റ്റീവാണ്. ഷീസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ഓരോ മിസ്റ്ററീസ് അവളുടെ ഇൻ്റലിജൻസും ഇൻറ്റ്യൂഷൻസും വെച്ചിങ്ങനെ സോൾവ് ചെയ്തു പോകും. അങ്ങനത്തെ ഓരോ സീരീസാണ് ഈ ബുക്കിനകത്തുള്ളത്. ആൻഡ് ഇതിൽ ലാസ്റ്റ് റിലീസ്ഡ് ആയിട്ടുള്ള ബുക്സ് 2012 ഹാർഡി ബോയ്സും ആക്ച്വലി ഈ ഒരു സെയിം കാറ്റഗറി വരുന്നതാണ്. ആൻഡ് ഇതിനകത്തെ 2 മെയിൻ ക്യാരക്ടേഴ്സും അമേച്ചർ ഡിറ്റക്റ്റീവ്സാണ്. അവരും ഇങ്ങനെ ഓരോ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രൈംസും മിസ്റ്ററീസും ഒക്കെ സോൾവ് ചെയ്ത് ഇങ്ങനെ പോകും. ആൻഡ് മേ ബി ഞാൻ നാൻസി ഡ്രൂ ഫാൻ ആയതുകൊണ്ടായിരിക്കും ഞാൻ കൂടുതൽ ഹാർഡി ബോയ്സിനെ മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് ഹാർഡി ബോയ്സ് ഈസ് ഓൾസോ ഈക്വലി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇതിനകത്ത് മെയിൻലി ഡേഞ്ചർ, ബ്രദർഹുഡ്, ടീം വർക്കായിട്ട് ഇങ്ങനെ ഓരോ മിസ്റ്ററി സോൾവ് ചെയ്യുന്നത് അതൊക്കെയാണ് ഇതിൽ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇതിലും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ബട്ട് മെയിനായിട്ട് ഒരു പവർഫുൾ ഗേൾ ക്യാരക്ടറായിരുന്നു ഇതിലൊരു മെയിൻ ഹൈലൈറ്റ്. ആൻഡ് ഇതിനകത്ത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റുകളൊന്നുമില്ല. നമുക്കിങ്ങനെ ഈസി ടു ഫോളോ ആയിട്ടുള്ള സ്റ്റോറി ലൈൻസ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു സമയത്ത് എനിക്കിത് തുടങ്ങിക്കഴിഞ്ഞാൽ വായിച്ച് തീർക്കാത്തൊരു സമാധാനമില്ലായിരുന്നു. സോ ഇഫ് യു ലവ് റീഡിങ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് നിങ്ങൾ ഈ 2 സീരീസും മിസ് ഔട്ട് ചെയ്യേണ്ട. ആക്ച്വലി ഒരു ടീനേജ് ഇയേഴ്സിൽ പല കുട്ടികളും റീഡിങ്ങിലേക്ക് കൊണ്ടുവന്ന ബുക്സാണ് ഈ 2 സീരീസ്. സോ ഇഫ് യു ലവ് റീഡിങ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഓർ ഇഫ് യു വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദീസ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ടു യുവർ കിഡ്സ്, ഡു ബൈ ദിസ്.